ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ശ്രീ ബി ശ്രീകുമാറുമായി എം സോമശേഖരൻ പിള്ള നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. ലോകമെന്ന് വിവരസാങ്കേതിക വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നായി ഡേറ്റ മാറിയിരിക്കുകയാണ്. എല്ലാ തീരുമാനങ്ങളുടെയും അടിസ്ഥാന ഘടകം ഡേറ്റയാണ്. ഈ വർഷത്തെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിൻ്റെ വിഷയം ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്ന അതിഥി കേരള സംസ്ഥാന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ശ്രീ ബി ശ്രീകുമാറാണ്. സ്വാഗതം ശ്രീ ബി ശ്രീകുമാർ. നമസ്കാരം. രാജ്യത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കാനും ഭരണനിർവഹണത്തിനും ഡേറ്റയുടെ പങ്ക് വളരെ വലുതാണല്ലോ. ഇക്കാര്യത്തിൽ ഡേറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഡേറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന മുമ്പായിട്ട് എല്ലാ വർഷവും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. 2007 മുതലാണ് പ്രൊഫസർ പി സി മഹൽനോബിസിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് എവർക്കും അറിയുന്ന രീതിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടുള്ള നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് 5 ഇയർ പ്ലാനിലെ ഇൻഡസ്ട്രിയലൈസേഷൻ തുടക്കം കുറിച്ചത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. ആ 5 ഇയർ പ്ലാനിൻ്റെ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിൽ അതിനെ മഹൽനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ സംഭാവന എന്നുള്ള നിലയിലാണ്. ഈ വർഷത്തെ തീം യൂസ് ഓഫ് ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പം ഡേറ്റയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു ഭരണനിർവഹണത്തിനും 3 ടേം യൂഷ്വലി ഞാൻ പറയാറുള്ളത്. ഡെമോക്രാറ്റിക് ആയിരിക്കണം ഗവേണൻസ്, അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡേറ്റ ഡ്രിവൺ ആയിരിക്കണം. അപ്പം ഡേറ്റ ബേസ്ഡ് ഡിസിഷൻസ് ആണെങ്കിൽ വളരെയധികം നല്ല രീതിയിലുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. അതുകൂടാതെ നമ്മളൊരു റീസെൻ്റായിട്ട് ഇറങ്ങിയൊരു പുസ്തകമുണ്ട്. നിഖിൽ മേനോൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ അദ്ദേഹം എഴുതിയതാണ്. പ്ലാനിംഗ് ഡെമോക്രസി, ഹൗ എ പ്രൊഫസർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ആൻ ഐഡിയ ഷേപ്ഡ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനകത്ത് ഡേറ്റ ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന രീതിയിൽ ഡേറ്റയാണ് ആദ്യത്തെ പാർട്ട് പറയുന്നത്, ഡെമോക്രസി രണ്ടാമത്തെ പാർട്ട് പറയുന്നുണ്ട്. അപ്പം ഡേറ്റ ആൻഡ് ഡെമോക്രസി ആർ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പബ്ലിക് ഗുഡാണ് ഡേറ്റ. താങ്കൾ ഡേറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞല്ലോ. ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാമോ? ഡേറ്റ ഒരു ഗവൺമെൻറ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് വരുന്നത് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഡേറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ. വികസനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അത് പ്രാദേശികമാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും വികസനം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ സ്കീമുകളിലൂടെയാണിത് നടപ്പിലാക്കി വരുന്നത്. ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഈ ഫ്യൂച്ചർ ജനറേഷനും കൂടെ ഇപ്പോഴുള്ള റിസോഴ്സസ് ഷെയർ ചെയ്യണമെന്നാണ് സസ്റ്റൈനബിലിറ്റി പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഈ ഡെവലപ്മെൻറ്റിലൂടെ തന്നെ ഒരു ജനവിഭാഗത്തിൻ്റെ അഭിവൃദ്ധി ലക്ഷ്യമിടുകയാണ്. പ്ലാനിംഗ് ഫോർ പ്രോസ്പെരിറ്റി എന്ന് പറയാം. ഈ ഡേറ്റയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, മരണനിരക്ക് എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് വളരെയധികം കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സൂചകങ്ങൾ എന്ന് പറയുന്നത് പോസിറ്റീവ് സൂചകങ്ങളാവും, നെഗറ്റീവ് സൂചകങ്ങളാകും. നമുക്ക് മാതൃമരണ നിരക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം സാക്ഷരതയെ പറ്റി പറയുമ്പോൾ സാക്ഷരത കൂടി നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ മാതൃമരണ നിരക്ക് കൂടുതലാണെങ്കിൽ അവിടെ ഹെൽത്ത് കെയർ, മെറ്റേണൽ ഹെൽത്ത് കെയർ എന്തോ കുറവുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പം ആ പ്രാദേശിക സർക്കാരോ സംസ്ഥാന സർക്കാരോ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ സൂചകത്തിൻ്റെ ഡേറ്റയെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് നടത്തേണ്ടത്. അതിനനുസരിച്ചുള്ള ഒരു പ്രോജക്റ്റ്, ഒരു ഹോസ്പിറ്റൽ പണിയണമെങ്കിൽ ഹോസ്പിറ്റൽ പണിയാനുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് ആ പ്രാദേശിക സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് അതത് പ്ലാൻ ബഡ്ജറ്റിൽ ആ തുക വകയിരുത്തിയതിന് ശേഷം ആ പദ്ധതി പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏതൊരു പദ്ധതി നിർവഹണത്തിനും ആ പ്രദേശത്തെയോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെയോ വികസനത്തിന് തീർച്ചയായിട്ടും ഡേറ്റ അത്യന്താപേക്ഷിതമാണ്. താങ്കൾ പറഞ്ഞതിൽ ഡേറ്റ ഫോർ പ്ലാനിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലാനിങ്ങിന് ആവശ്യമായ ഡേറ്റകൾ ശേഖരിക്കുവാനും അവ വിശകലനം ചെയ്യുവാനും അത് പദ്ധതി നിർവഹണ
ഉദ്യോഗസ്ഥരിലോ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റിയിലോ എത്തിക്കുവാനും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ഏജൻസികളെക്കുറിച്ചൊന്ന് വിശദമാകാം. നമുക്ക് മുൻകാലങ്ങളിൽ നമുക്കൊരു സെൻട്രൽ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. 2015 ജനുവരി 1 അതായത് മോഡി സർക്കാർ ഒന്നാം സർക്കാർ വന്ന സമയത്ത് 2015 ഈ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുകയും പുതിയൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയൊരു സംവിധാനത്തിലേക്ക് വരികയും ഉണ്ടായി. അപ്പം നീതി ആയോഗാണ് ഈ രാജ്യത്തെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത്. മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അത് പ്രൈം മിനിസ്റ്റർ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അതിനൊരു സഹമന്ത്രിയുണ്ട്. ആ സഹമന്ത്രി തന്നെയാണ് റാവു ഇന്ദ്രജിത് സിംഗ് എന്ന് പറയുന്ന മന്ത്രിയാണ് ഇപ്പം മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അത് സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രി സെപ്പറേറ്റ് ആണ്. അപ്പം പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് പ്ലാനിങ്ങിന്റെ കീഴിൽ ഉള്ള നീതി ആയോഗാണ് രാജ്യത്തെമ്പാടും. ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നടപ്പിലാക്കുന്നതിനും നിശ്ചയിക്കപ്പെട്ട നോഡൽ ഏജൻസി എന്ന് പറയുന്ന നീതി ആയോഗാണ്. നേരെ മറിച്ച് സംസ്ഥാനത്തേക്ക് വരുമ്പം പ്ലാനിംഗ് കമ്മീഷന് തുല്യമായിട്ട് സംസ്ഥാനങ്ങളിൽ പ്ലാനിംഗ് ബോർഡുകൾ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതികളും വാർഷിക പദ്ധതികളുമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിപ്പം കേരള സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ വാർഷിക പദ്ധതിയും പഞ്ചവത്സര പദ്ധതിയുമായിട്ട് തുടരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ് ഇവിടെ പ്ലാനിംഗ് സംബന്ധമായിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്. നാഷണൽ ലെവലിൽ നീതി ആയോഗാണ്. അപ്പോൾ ഈ പ്ലാനിംഗ് ബോർഡാണ് ഇവിടുത്തെ ഏജൻസി. ഈ പ്ലാൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന പ്ലാൻ ഫോർമുലേഷനിൽ പ്ലാനിംഗ് ബോർഡിനാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന പ്രപ്പോസലുകൾ വെറ്റ് ചെയ്തിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്ലാൻ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്നത് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ്. പക്ഷേ അപ്പെക്സ് ലെവലിൽ സെക്രട്ടേറിയറ്റ് ലെവൽ പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന് കീഴിലാണ് പ്ലാനിംഗ് ബോർഡും അതോടൊപ്പം തന്നെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ്, ലാൻഡ് യൂസ് ബോർഡ്, അങ്ങനെ നിരവധി ഫീൽഡ് ഡിപ്പാർട്ട്മെന്റുകളും അതിനോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ഏജൻസികളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഡേറ്റയുടെയും പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രത്യേക മിനിസ്ട്രി തന്നെ, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, മോസ്പി എന്നറിയപ്പെടുന്നൊരു വകുപ്പ് തന്നെ തുടങ്ങിയത്. അപ്പോൾ ദേശീയ തലത്തിൽ രാജ്യത്തിന് ആവശ്യമായ ഡേറ്റകൾ ശേഖരിക്കുവാൻ എല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഏജൻസികൾ ഈ മിനിസ്ട്രിയുടെ കീഴിലാണ്, അല്ലേ? അതെ. അപ്പോൾ ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റയാണ് അവർ ശേഖരിക്കുന്നത്? അത് ഏതൊക്കെ തരത്തിലാണ് പദ്ധതി നിർവഹണത്തിന് സഹായിക്കുന്നത് എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? 15/10/1999 മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത്. ആ ഒരു മിനിസ്ട്രി ഉണ്ടാക്കുന്നത്, മിനിസ്ട്രിയുടെ കീഴിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വിങ് ഉണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്ങിനെ പൊതുവെ അറിയപ്പെടുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്നാണ് അറിയുന്നത്. ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന് കീഴിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും പിന്നെ കമ്പ്യൂട്ടർ സെന്റർ, പിന്നെ NSSO, ഇതും രൂപീകരിച്ചത് പ്രൊഫസർ PC മഹൽനോബിസ് ആണ്. NSSO നാഷണൽ സാമ്പിൾ സർവേ നടത്തുന്നത് ഈ ഒരു ഓർഗനൈസേഷനാണ്. അപ്പം ഇങ്ങനെ ആണ് വിഭജിച്ചിരിക്കുന്നത്. അതുപോലെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വിങ് തന്നെ 20 പോയിന്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നതിനുള്ളൊരു സെപ്പറേറ്റ് ഡിവിഷനുണ്ട്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് ആൻഡ് പ്രോജക്ട് മോണിറ്ററിങ്ങിനുണ്ട്. അതുപോലെ തന്നെ MP-ലാഡ്സിന് ഉള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ മിനിസ്ട്രിയെ 2 വിഭാഗമായിട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവും അതുപോലെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ വിഭാഗവുമായിട്ട് തിരിച്ചിട്ടാണ് അത് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. നേരിട്ട് മോസ്പി നടത്തുന്ന വിവരശേഖരണ പദ്ധതികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. പ്രധാനമായിട്ടും പ്രൈമറി സെക്ടറിൽ കാർഷിക സ്ഥിതിവിവര കണക്കുകൾ അത്യന്താപേക്ഷിതമാണ്. അപ്പം കാർഷിക സ്ഥിതിവിവര കണക്കുകൾ നമ്മളിവിടെ ഒരു സെൻട്രൽ സെക്ടർ സ്കീമായിട്ട് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആൻ ഏജൻസി ഫോർ റിപ്പോർട്ടിംഗ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സെൻട്രൽ സെക്ടർ സ്കീം വഴിയാണ്. അതിൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും നമ്മൾ ഈ ഒരു സ്കീമിൽ വിവരശേഖരണം നടത്തുന്നുണ്ട്. ഇതിനകത്തൂടെ നമ്മൾ ഡേറ്റ, കാർഷിക മേഖലയിലുള്ള സ്ഥിതിവിവര കണക്കുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട വിളകളുടെയും അതുപോലെ കുറച്ച് മൈനർ ക്രോപ്സിൻ്റെയൊക്കെ ഉണ്ട്, അതിൻ്റെ ഏരിയ, പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ കാർഷിക സെൻസസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതും മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ്. ഇപ്പം മോസ്പിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് അവരുടെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു വിവരശേഖരണമുണ്ട്. അതുപോലെ തന്നെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ട്.
അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ നടക്കുന്ന അതുപോലെ എക്കണോമിക് സെൻസസ് തുടങ്ങിയ നിരവധി സ്കീമുകളിലൂടെ വിവരശേഖരണം നടത്തുന്ന, അതിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന സ്ഥിതിവിവരക്കണക്ക് സംവിധാനമായ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഇതിനെല്ലാം പങ്കാളിത്തം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ഈ പറയുന്ന നാഷണൽ ലെവലിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റവുമായിട്ട് കൺസേൺഡ് മിനിസ്ട്രിയുമായിട്ട്, ഇപ്പം മോസ്പിയുമായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ മോസ്പിയുമായിട്ട് നമ്മൾ ഈ പറയുന്ന ഒരു രീതിയിൽ ലൈസൺ വർക്ക് ചെയ്യുകയും, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ അല്ലെങ്കിൽ മറ്റു വകുപ്പുകളുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള വരുന്ന, ഇപ്പം മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിൻ്റെ മിഷൻ അന്ത്യോദയ സർവേ എന്നൊക്കെ പറയുന്ന സർവേകളൊക്കെ നടത്തപ്പെടുമ്പോഴും അതും നമ്മൾ ഇതിൻ്റെ നോഡൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യഥാർത്ഥത്തിൽ പദ്ധതി നിർവഹണത്തിനും ആസൂത്രണത്തിനും ആവശ്യമാണ്, അല്ലേ? അതെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് മിനിസ്ട്രി ചെയ്യുന്നത് 2 തരം സർവേകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് സെൻസസ് സർവേകളും രണ്ടാമത്തേത് സാമ്പിൾ സർവേകളും, അല്ലേ? അതെ. ഈ 2 വിഭാഗത്തിലുള്ള സർവേകളിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ കുടുംബങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പഞ്ചായത്തുകളെക്കുറിച്ച് അല്ലെങ്കിൽ ജില്ലകളെക്കുറിച്ച് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇത്തരത്തിൽ ആവശ്യമായ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നത്, അല്ലേ? അത് പീരിയോഡിക്കലി ആ സർവേകൾ ഡിസൈൻ ചെയ്യുകയും അവ ഇംപ്ലിമെൻ്റ് ചെയ്യുകയുമാണ് ദേശീയ തലത്തിൽ ചെയ്യുന്നത്. ഇതിൽ സംസ്ഥാന എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ പങ്ക് ഒന്ന് വിശദീകരിക്കാമോ? സംസ്ഥാന സ്ഥിതിവിവരക്കണക്ക് സംവിധാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന സർവേകൾക്ക് ഉപരിയായിട്ട് എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് അതനുസരിച്ച് നമ്മൾ സ്യൂട്ടബിളി സർവേസ് നടത്തുന്നു. ഇപ്പം ചില അഡ്ഹോക്ക് സർവേസ് ഈ വർഷവും നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഇൻകത്തിൽ സർവീസ് സെക്ടറിൽ, നമുക്ക് സർവീസ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളതാണ്. പക്ഷേ ഈ സ്റ്റേറ്റ് ഇൻകം കമ്പ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ കമ്പ്യൂട്ടേഷനും ഇമ്പ്യൂട്ടേഷനും നമ്മൾ പറയാറുണ്ട്. കാരണം ഈ ഡേറ്റ ഇപ്പം കാർഷിക മേഖലയിലുള്ള സ്ഥിതിവിവര കണക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ടും പ്രൈമറി സെക്ടർ കിട്ടും, സെക്കൻഡറി സെക്ടറിലും ഓൾമോസ്റ്റ് കിട്ടും. പക്ഷേ ടെർഷറി സെക്ടർ, അതായത് സർവീസ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ സാമ്പിൾ സർവേയിലൂടെ കിട്ടുന്ന എസ്റ്റിമേറ്റിലൂടെ ലഭ്യമാകുന്ന കണക്കുകളാണ് നമുക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഗ്യാപ്പുകൾ ഉണ്ടാകുമ്പം ത്രൂ അഡ്ഹോക്ക് സർവേസ് വഴിയാണ് നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേറ്റുകളൊക്കെ തയ്യാറാക്കുന്നത്. കൂടാതെ നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അത്യാവശ്യം ഒരു ഡേറ്റ വേണം. കാരണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ചതാണ് ഈ കർഷകരുടെ ഇൻകം 50% വർദ്ധിപ്പിക്കുക എന്നുള്ള. അതിനെ സംബന്ധിച്ച് ഒരു സ്റ്റഡി നടത്തണമെന്ന് പറഞ്ഞു. മിനിസ്റ്റർ ലെവലിൽ അതിൻ്റെ ഡിസ്കഷനുമൊക്കെ കടന്ന് നമ്മൾ അതിനുള്ള സാങ്കേതിക സഹായം നൽകുകയും അവരുടെ ഒരു മാൻ പവറും കൂടെ സഹകരിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഫോഡർ ഗ്രാസിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കില്ല. അങ്ങനെയുള്ള വിവിധ തരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറും ഉണ്ട്, ഹൊറിസോണ്ടൽ സ്ട്രക്ചറും ഉണ്ട്. വെർട്ടിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഡയറക്ടറേറ്റും അതിന് കീഴെ വരുന്ന ഡിസ്ട്രിക്ട് ഓഫീസസ് ഉണ്ട്, പിന്നെ 62 താലൂക്ക് ഓഫീസസ് ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെയാണ് വിവിധ 40ഓളം ലൈൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സെൽസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ റിക്വയർമെന്റ്സും കൂടെ ആവശ്യകതയും കൂടെ നമ്മൾ കണക്കിലെടുത്ത് അവർക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്പോർട്ടും കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സർവേ ആൻഡ് ഡിസൈൻ ഡിവിഷൻ എന്ന് പറയുന്ന നമ്മുടെ നിലവിലുണ്ട്. അതിനെ ഒന്ന് ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് പ്രപ്പോസലും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് ആവശ്യമുള്ള, കാരണം ഓവർ ആൻഡ് എബവ്, അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി എടുക്കുന്ന കണക്കുകൾ അതും നമുക്ക് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഉപയോഗിക്കാം. അത് കൂടാതെ നമുക്ക് എവിടേക്കാണോ ഗ്യാപ്പ് ഉള്ളത് അത് കണക്ക് എടുത്തു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ട്. അതായത് ഡേറ്റയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിള ഇൻഷുറൻസ്, അല്ലേ? വിള ഇൻഷുറൻസ് നമ്മൾ നടപ്പിലാക്കണമെങ്കിൽ അതിന് ഡേറ്റ ആവശ്യമുണ്ട്. ഈ ഡേറ്റ എനിക്ക് തോന്നുന്നു സംസ്ഥാന എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സർവേ ചെയ്ത് അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ? ഇതിനകത്തൊരു പ്രൈം മിനിസ്റ്റേഴ്സ് ഫസൽ ബീമ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ളത്. അത് കഴിഞ്ഞ വർഷം മുതൽ, അതായത് അതിന് ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ്, അതായത് വിളവെടുപ്പ് പരീക്ഷണം എന്ന് പറഞ്ഞ ഫീൽഡിൽ പോയി സാമ്പിൾ അടിസ്ഥാനത്തിൽ നമ്മൾ പാഡി ആണെങ്കിൽ അത് ഒരു പാച്ച് ഡിസൈഡ് ചെയ്ത് 5x5 എന്ന് പറയുന്ന മീറ്റർ സ്ക്വയർ എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന വേ ചെയ്തിട്ട് വൈക്കോലും ഇതൊക്കെ മെതിച്ചതിന് ശേഷം ഉള്ള എടുക്കുന്ന ഒരു തൂക്കമൊക്കെ എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ്സ്. അതുപോലെ മറ്റുള്ള കോക്കനട്ടിനാണ് മറ്റ് ക്രോപ്സിനും എല്ലാം അങ്ങനെയാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വിള ഇൻഷുറൻസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം സ്റ്റേറ്റിന് ഡിസൈഡ് ചെയ്യാം വെതർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടുണ്ട്. അപ്പം വെതർ ബേസ്ഡ് വേണോ PMFB വേണോ എന്ന് നിശ്ചയിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൃഷി വകുപ്പ് വെതർ ബേസിലേക്ക് പോയതോടുകൂടി പ്രൈം മിനിസ്റ്റേഴ്സ് ഫസൽ ബീമ യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ നമ്മൾ ഇപ്പോൾ ഈ വർഷം മുതൽ നമ്മളില്ല.
ഇല്ലെങ്കിൽ ഈ ഡേറ്റയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രാദേശിക ഭരണകൂടമാണല്ലോ ഇന്ന് രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ളത് പ്രാദേശിക ഭരണകൂടമാണ് അല്ലേ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ശേഷം. അപ്പോൾ ഈ പ്രാദേശിക ആസൂത്രണത്തിന് ആവശ്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഡേറ്റ ശേഖരിക്കുന്നത് സംസ്ഥാന എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പാണോ? അങ്ങനെയാണെങ്കിൽ അവ എന്തൊക്കെയാണ് ചെയ്യുക? ഈ പ്രാദേശിക സ്ഥിതിവിവര കണക്ക് ശേഖരണവുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് മുമ്പ് രാജ്യത്ത് ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തിയതാണ് 73rd ആൻഡ് 74th അമെൻമെൻറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന നല്ല രീതിയിൽ വികേന്ദ്രീയ ആസൂത്രണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചതും നമ്മൾ പ്രാദേശിക സർക്കാരുകൾക്ക് 29 സബ്ജക്റ്റുകൾ വിട്ടുകൊടുക്കുകയും പ്രാദേശിക സർക്കാരിലൂടെ നമ്മൾ സംസ്ഥാനവും അല്ലെങ്കിൽ നാഷണൽ ലെവലിലേക്ക് അതിൻ്റെ വികസനം എത്തിക്കുക എന്നുള്ളതാണ്. അതായത് വികസനത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്ന ബോട്ടം അപ്രോച്ചാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമ്മുടെ പ്രാദേശിക വികസനത്തിന് ആവശ്യമായ സ്ഥിതിവിവര കണക്കുകൾ നൽകുക എന്നുള്ളത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വരെ നമ്മുടെ ജീവനക്കാരുണ്ട്. അവർ ഫീൽഡിലേക്ക് പോകാന്ന് പറയുന്നത് നമുക്ക് ERSനെ സംബന്ധിച്ചുള്ള 811 സോണുകളായിട്ടാണ് നമ്മൾ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 811 സോണുകളും മറ്റ് സർവേകൾ ചെയ്യുന്നതിനുള്ള ജീവനക്കാരുമുണ്ട്. അപ്പോൾ ഈ ഒരു ജില്ലയിലുള്ള അല്ലെങ്കിൽ താലൂക്കിലുള്ള ജീവനക്കാരെ ഓരോ പഞ്ചായത്തുകൾക്കും അല്ലെങ്കിൽ ഒന്നിലധികം പഞ്ചായത്തുകൾക്ക് അധിക ചുമതലകളിലൂടെ നൽകി മുൻപ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളതാണ്. അവരുടെ റിക്വയർമെന്റ്, അതായത് ഒരു പ്രാദേശിക സർക്കാരിന്റെ ഡേറ്റ ആവശ്യങ്ങൾക്ക് നികത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്ലാനിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ സ്ഥിതിവിവര കണക്ക് ജീവനക്കാരനുമുണ്ട്. അതിനനുസരിച്ചുള്ള സംവിധാനത്തിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നതും. അതുകൂടാതെ തന്നെ പ്രാദേശിക സ്ഥിതിവിവര കണക്ക് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രെങ്തനിങ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ലോക്കൽ ലെവൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സ്കീം ഉണ്ടായിരുന്നു. പിന്നീട് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്കീമായിട്ട് മാറുകയും, പക്ഷെ അത് സെക്കൻഡറി ഡേറ്റയിലേക്കും പരിമിതപ്പെടുന്ന ഒരു ഇതിലേക്ക് വന്നു. കാരണം നമ്മൾ ഡേറ്റ ഉള്ളതെടുത്ത് അതിന് പ്ലാനിങ് പർപ്പസിന് കൊടുക്കും. ഇതിനിടയ്ക്ക് ഗ്യാപ്പുകൾ പലതും വരുന്നുണ്ട്. കാരണം ഇടയ്ക്ക് ചില ഇഷ്യൂസ്, ഉക്രൈൻ വാറൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചില മെഡിസിന് വേണ്ടിയിട്ട് റഷ്യ പോലുള്ള പല രാജ്യങ്ങളിലും പോകുന്ന കുട്ടികളുടെ എണ്ണം പല കണക്കും നമ്മുടെ കൈവശമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ പല പ്രാദേശിക സർക്കാരുകൾ നേരിട്ടപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് കഴിഞ്ഞ വർഷം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു വിവരസഞ്ചയിക ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിവരസഞ്ചയിക എന്ന് പറയുന്നത് ലോക്കൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ, അവരുടെ ഇൻഡിക്കേറ്റേഴ്സ്, അവർക്ക് എന്തൊക്കെ വേണം പ്ലാനിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള, അതെല്ലാം നമുക്ക് 300 അടുപ്പിച്ച് സെറ്റ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് കാണും. പക്ഷെ ഓരോ പ്രാദേശിക സർക്കാരിനും ഡിഫറൻ്റ് ആയിട്ടുള്ള, ചിലപ്പം കോമൺ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് കാണും, അതിൽ കുറച്ചെണ്ണം വ്യത്യാസം കാണും. അപ്പം ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു മൊബൈൽ ആപ്പും പോർട്ടലും ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് നടത്തി ഒരു റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം പ്രാദേശിക സ്ഥിതിവിവര കണക്കുകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലക്ഷ്യം. അതിലൂടെ മാത്രമേ നമുക്ക് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇപ്രാവശ്യം പ്ലാനിംഗ് ബോർഡ് അതിൻ്റെ സ്റ്റെപ്സ് തുടങ്ങിയിട്ടുണ്ട്, ഡിസ്ട്രിക്ട് പ്ലാൻസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് പ്ലാൻസ് ഉണ്ടാക്കുന്നതിനും അതുപോലെ സംസ്ഥാന തലത്തിലും ഇത് പ്ലാനിൻ്റെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ഈ പ്രാദേശിക സ്ഥിതിവിവര കണക്കിൽ ഊന്നിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള ഏത് പദ്ധതികൾ വന്നാലും ഇതെല്ലാം ചെന്നെത്തുന്നത് ദേശീയ സമ്പദ് വ്യവസ്ഥയിലേക്കാണ് അല്ലേ? അതെ. അപ്പോൾ ഈ ദേശീയ സമ്പദ് വ്യവസ്ഥയിലേക്ക് നിങ്ങളുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ചെന്നെത്തുന്നത്? ചുരുക്കി ഒന്ന് പറയാം. ഈ കണക്കുകളൊക്കെ നമ്മൾ എടുക്കുന്നത് നാഷണൽ ലെവലിലെ സ്ഥിതിവിവര കണക്ക് ശേഖരണവുമായി ബന്ധപ്പെട്ട സ്കീമുകളുണ്ട്. മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്ന കണക്കുകളാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കോണമി ആണെങ്കിലും സ്റ്റേറ്റ് എക്കോണമി ആണെങ്കിലും നമ്മൾ എക്കോണമിയെ നമ്മൾ 3ആയിട്ടാണ് വിഭജിക്കുന്നത്. പ്രൈമറി, സെക്കൻഡറി, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ടെർഷറി മേഖല. പ്രൈമറി എന്ന് പറയുന്ന അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് ആണ്, മറ്റേത് ഇൻഡസ്ട്രീസ് ആൻഡ് അലൈഡ് സെക്ടറാണ്, മറ്റേത് സർവീസ് സെക്ടറാണ്. എല്ലാം എത്തുന്നത് ഒരു സ്ഥലത്തേക്കാണെന്ന് എടുത്ത് സൂചിപ്പിച്ചല്ലോ. അത് ഓൾ റോഡ്സ് ലീഡ് ടു റോം എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. എന്നതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മൈക്രോ ലെവലിലുള്ള ഈ ഡേറ്റയെല്ലാം അഗ്രിഗേറ്റ് ചെയ്ത് കെട്ടുന്നത് ഒരു മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റിനെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ സംസ്ഥാന വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇപ്പം നമ്മൾ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് 4th ലാർജസ്റ്റ് ഗ്രോയിങ് എക്കോണമി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നേരത്തെ 5th ആയിരുന്നു, അത് 4th മാറി എന്ന് പറയുന്നു. ഇത് 3 ട്രില്യൺ എക്കോണമി, 5 ട്രില്യൺ എക്കോണമി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടാർഗറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റർ പേസിൽ ഈ രാജ്യം വികസിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു രീതിയിലാണ് പോകുന്നത്.
അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൂചകമെന്ന് പറയുന്നതാണ് ഈ GDP എന്ന് പറയുന്നത്. GDPയുടെ അടിസ്ഥാനത്തിലാണ് ഒരു സംസ്ഥാനത്തിന് ബോറോയിങ് ലിമിറ്റും ഫിക്സ് ചെയ്യുന്നത്. പിന്നെ അതുമല്ല, ഈ ഓരോ സംസ്ഥാനങ്ങളും എത്രമാത്രം വളർച്ചാ നിരക്കുണ്ടായി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക്, അത് കഴിഞ്ഞ വർഷത്തെ GDP ഈ വർഷത്തെ GDP തമ്മിലുള്ള ഒരു എത്രമാത്രം ഡിഫറൻസ് ഉള്ളതെന്ന് പെർസെൻറ്റേജിൽ നമ്മൾ പറയുന്നതാണ് ഈ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ എക്കണോമിക് റിവ്യൂ, സംസ്ഥാന ബഡ്ജറ്റിൻ്റെ മുന്നോടിയായിട്ട് എക്കണോമിക് റിവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് സർവേ നാഷണൽ ലെവലിലുണ്ട്, സെൻട്രൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ്. ഇതിനകത്തൊക്കെ ഈ പ്രധാനപ്പെട്ട ഒരു സൂചകമാണ് ഈ പറയുന്ന GDP എന്ന് പറയുന്നത്. അപ്പോൾ ഈ വികസനം വരും തലമുറയ്ക്ക് വിഭവങ്ങൾ നീക്കിവെച്ചുകൊണ്ടായിരിക്കണം എന്ന അടിസ്ഥാന തത്വത്തിൽ ഉറച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ തത്വത്തിൽ നിന്നുകൊണ്ടാണ് ലോകമെമ്പാടും ഇന്ന് സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതി, അല്ലെങ്കിൽ ഇതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് വിശദമാക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. അതുമല്ല, അത് നമ്മൾ ഇതൊക്കെ 2030 അജണ്ട എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് 193 രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് അവർ ഒപ്പിട്ട ഒരു ഡിക്ലറേഷനാണ് 2030 എന്ന് പറയുന്നത്. ഇതിനകത്ത് 17 ഗോളുകളുണ്ട്, അതുപോലെ തന്നെ 169 ടാർഗറ്റുകളുണ്ട്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെ അച്ചീവ് ചെയ്യുന്നതിന്. അതായത് ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഗോളുകൾ എന്ന് പറയുന്നത്, അതിൻ്റെ ഉപലക്ഷ്യങ്ങളാണ് ടാർഗറ്റുകൾ. ഒരു ഗോളിനകത്ത് 5 or 10 ടാർഗറ്റുകൾ ഉണ്ടെങ്കിൽ ആ ടാർഗറ്റുകൾ ഓരോന്നും റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എത്തുന്നതെന്ന് നോക്കുന്നതിന് വേണ്ടി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് മോണിറ്ററബിൾ ആണ്. മോണിറ്ററബിൾ മീൻസ് അത് ക്വാളിറ്റേറ്റീവ്ലിയോ ക്വാണ്ടിറ്റേറ്റീവ്ലിയോ അത് അസസ് ചെയ്യണം. ഡേറ്റ ഇല്ലാത്തതിനെ മോണിറ്ററബിൾ എന്ന് പറയില്ല. അപ്പോൾ ഈ മോണിറ്ററബിൾ ഇൻഡിക്കേറ്റേഴ്സ് വഴി ഈ ഉപലക്ഷ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ്, ഇപ്പം ഇതുപോലെ MMR SDGയിൽ പറയുന്ന 70 എത്തിയാൽ മാത്രമേ അത് പറ്റുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പം ഒരുപാട് താന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഡേറ്റ എടുത്തു കഴിഞ്ഞപ്പം 19 മറ്റുമാണ് അതിൻ്റെ ഒരു ഫിഗർ വന്നിരിക്കുന്നത്. അത്രയും കുറഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും നല്ലൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സംസ്ഥാനമാണ്. അപ്പോൾ ഈ രീതിയിൽ അത് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഓരോ ടാർഗറ്റുകളും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 169 ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 17 ഗോളുകളും അച്ചീവ് ചെയ്തു എന്നാണ്. 2030 അത് ഘട്ടം ഘട്ടമായിട്ടാണ്, ബൈ 2020, ബൈ 2022, ബൈ 2025 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇതിനകത്ത് നാഷണൽ ലെവലിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഏജൻസി നീതി ആയോഗാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൽ നിന്ന് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സർക്കാർ വന്നതിന് ശേഷം 2021 അതിനു മുൻപ് പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ പ്ലാൻ മോണിറ്ററിംഗ് യൂണിറ്റ് എന്ന് പറയുന്നൊരു യൂണിറ്റ് ആയിരുന്നു ഇത് നടത്തിയിരുന്നത്. അതാണ് നോഡൽ ഏജൻസിയും വിവിധങ്ങളായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളെയും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഫീൽഡ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയാണ് ഈ പറയുന്ന സംവിധാനം പോകുന്നത്. അതിനകത്ത് ഡേറ്റ പാർട്ണർ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും, സ്ട്രാറ്റജിക് പാർട്ണർ എന്ന് പറഞ്ഞ പ്ലാനിംഗ് ബോർഡും, മീഡിയ പാർട്ണർ എന്ന് പറഞ്ഞ INPRDയും, അങ്ങനെ പല രീതിയിൽ ഇതിനെ ഓരോരുത്തർക്കും കൃത്യമായ റോള് കൊടുത്തുകയാണ് പറയുന്നത്. ഇത് ഈ SDGയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ടു ലീവ് നോ വൺ ബിഹൈൻഡ് എന്നാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്തെ ഏജൻസി സംസ്ഥാന തലത്തിലാണെങ്കിലും നാഷണൽ ലെവലിലാണെങ്കിലും ഇത് ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി വരുന്നത് എല്ലാത്തരം ഏജൻസികളെ, എല്ലാത്തരം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് നടപ്പിലാക്കി വരുന്നത്. ഇതിനകത്ത് ഡേറ്റ പാർട്ണർ എന്നുള്ള നിലയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു SDG എക്സ്ക്ലൂസീവായിട്ടൊരു സെല്ല് രൂപീകരിച്ചിട്ടുമുണ്ട്. ഇപ്പം സ്റ്റേറ്റ് ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്ക്, നാഷണൽ ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ അവർ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഓരോ വർഷവും ചില ഇൻഡിക്കേറ്ററിന് ഡേറ്റ ഇല്ലാതെ വരുമ്പോൾ ഇൻഡിക്കേറ്റർ സെറ്റ് മാറും. കാരണം ഡേറ്റ ഇല്ലാത്തത് മാറ്റി അതിന് പ്രോക്സി ഇൻഡിക്കേറ്റർ നോക്കി അതിനനുസരിച്ച് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ നാഷണൽ ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഓരോ വർഷവും മാറ്റുന്നുണ്ട്. അത് മിക്കവാറും കഴിഞ്ഞ കുറേ കാലമായിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേയുടെ ആ ദിവസമാണ് റിലീസ് ചെയ്യുന്നത് പുതിയ NIF. അപ്പോൾ ഈ വർഷവും അത് നമ്മൾ പ്രതീക്ഷിക്കാം പുതിയ റിവിഷൻ വരുമെന്നുള്ളത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു സ്റ്റേറ്റ് ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്കും തയ്യാറാക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ റിവിഷനും മറ്റു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ DS-നെയാണ് തന്നിട്ടുള്ളത് റോള്. DS അതിന് ആവശ്യമുള്ള ഡേറ്റ ശേഖരിച്ചു കൊടുക്കുകയും അതുപോലെ ഒരു ഡാഷ്ബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡിലൂടെ ഈ ഡേറ്റ വെറ്റ് ചെയ്ത് ഈ പുഷ് ചെയ്ത് ഈ ഡാഷ്ബോർഡിലേക്ക് കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റിയും നമുക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
അങ്ങനെ ഒരു രീതിയിലേക്ക് SDG മോണിറ്ററിങ്ങിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ SDG ലോക്കലൈസ് ചെയ്യുമ്പം നമുക്ക് കാണേണ്ട SDG ആസ് സച്ച് നമുക്ക് ലോക്കലിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ നമുക്കതിനെ തീമായിട്ട് കൊണ്ടുപോകാം. ചൈൽഡ് ഫ്രണ്ട്ലി വില്ലേജസ് എന്ന് പറയുന്നൊരു തീമാണ്. അങ്ങനെ ഒരു 9 തീമുകളാണ് നാഷണൽ ലെവലിൽ നീതി ആയോഗ് പറഞ്ഞിരിക്കുന്നത്. ആ 9 തീമിനെ വിവിധ SDGയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വില്ലേജിലേക്ക് ഈ തീം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ആ തീമിലൂടെ SDGയിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ലോക്കൽ ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന പുതിയ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ഇറക്കിയിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് SDGയുടെ ഇൻഡെക്സ് നാഷണൽ ലെവലിൽ നമ്മൾ നീതി ആയോഗിൻ്റെ ഇൻഡെക്സ് ഉണ്ട്, SDG ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് നീതി ആയോഗ് ഓരോ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രമാത്രം SDG ഇംപ്ലിമെൻറ്റേഷനിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സെലക്ട് ലിസ്റ്റ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, പ്രയോറിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എടുത്തുകൊണ്ടാണ് അവരതിനെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം സംസ്ഥാന തലത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഇൻഡെക്സിലേക്ക് വന്നിട്ടില്ല. പല രീതിയിലും നമ്മൾ ചെയ്യുന്നതിനെപ്പറ്റി ചർച്ചകൾ നടന്നിട്ടുണ്ട്. DESും അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ പറഞ്ഞ SDG ഇന്ത്യ ഇൻഡെക്സ് എന്ന് പറയുന്ന പോലെ ഈ SDGയെ ലോക്കൽ ലെവലിൽ മെഷർ ചെയ്യുന്നതിനുള്ള ഇൻഡെക്സ് ആണ് പഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോഴേ സാധാരണ ഡേറ്റയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുണ്ട്, നോ ഡേറ്റ ഈസ് ക്ലീൻ. അങ്ങനെ ഒരു പെർഫെക്റ്റ്ലി ആയൊരു ഡേറ്റ ഒരിക്കലും കിട്ടത്തില്ല, അല്ലേ? എപ്പോഴും ഗാർബേജ് അല്ലെങ്കിൽ ചവറുകൾ ചേർത്തതാണ് ഡേറ്റ എന്ന് പറയുന്നത്. അത് നമ്മൾ സെൻസസ് ആയിക്കോട്ടെ, സാമ്പിളിംഗ് ആയിക്കോട്ടെ, അല്ലേ? ഈ ക്ലീൻ അല്ലാത്ത ഡേറ്റയാണ് നമ്മൾ പദ്ധതി ആസൂത്രണത്തിനും പദ്ധതി നിർവഹണത്തിനുമൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റയുടെ ഗുണനിലവാരം, അതിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ട ഘടകമല്ലേ? അപ്പോൾ അങ്ങനെ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യുവാൻ എന്തൊക്കെയാണ് ഈ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എടുത്തിരിക്കുന്നതെന്ന് പറയാം? അത് നോ ഡേറ്റ ഈസ് ക്ലീൻ എന്ന് പറയുമ്പം ഒരു കാര്യം, വാട്ടർ എവരി ബട്ട് നോ വാട്ടർ ടു ഡ്രിങ്ക് എന്ന് പറയുന്ന രീതിയിലാണ്. ഈ നമ്മൾ എവിടെ നോക്കിയാലും ഡേറ്റയുണ്ട്, നമുക്ക് ഡേറ്റ സുലഭമായിട്ട് കിട്ടും. പക്ഷേ ആ ഡേറ്റയുടെ ക്വാളിറ്റിയെ സംബന്ധിച്ച് നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ പഴയ സിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി, പേപ്പർ മോഡിൽ നിന്നും മാറി നമ്മൾ ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചൊക്കെ വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ മൊബൈൽ ആപ്പ് വഴി ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതുപോലെ വെബ് പോർട്ടിലേക്ക് ഇത് പുഷ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള മെക്കാനിസം നമ്മൾ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റം ബേസ്ഡ് ആയിട്ട് പോകണമെന്നെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പ്രോട്ടോക്കോളൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുപരി നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഡേറ്റ ഇപ്പോൾ സർവേ വഴി കളക്ട് ചെയ്യുകയാണെങ്കിൽ സർവേ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് പ്ലാനിങ് സ്റ്റേജാണ്. ആ പ്ലാനിങ് സ്റ്റേജ് വളരെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഡേറ്റ കിട്ടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള ഇപ്പം പൈലറ്റിംഗ് ഉണ്ട്, ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. അതിനുശേഷം ഇംപ്ലിമെൻറ്റേഷൻ ഫീൽഡ് സർവേയിലേക്ക് പോകുന്നു. അതിനുശേഷം സൂപ്പർവിഷന് മറ്റു കാര്യങ്ങളുമുണ്ട്. അപ്പം ഡേറ്റയെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനുള്ള വിവിധ തലത്തിലുള്ള മോണിറ്ററിംഗ് മെക്കാനിസവും ഉണ്ട്. അതുകൂടാതെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ ഏജൻസികളോ ഒരേ ഇൻഡിക്കേറ്ററിന് എടുക്കുന്ന ഡേറ്റ ഉണ്ട്. അത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡേറ്റ വരുന്നു. അതിനെയൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ടതുമുണ്ട്. അതായത് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ധാരാളം സംവിധാനങ്ങൾ ഡേറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കുവാൻ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മളുടെ ശ്രോതാക്കളോട് ഡേറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു സന്ദേശം എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഡേറ്റയുടെ പ്രാധാന്യം ഇവിടെ പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഡേറ്റ ഹി ക്രൈഡ് ഇംപേഷ്യൻലി ഐ ക്യാൻ മേക്ക് ബ്രിക്സ് വിതൗട്ട് ക്ലേ. സർ ആർതർ കോനൻ ഡോയൽ എന്ന് പറയുന്ന ക്രിയേറ്റർ ഓഫ് ഷെർലക് ഹോംസ് ആണ് അതിനകത്ത് ആ കഥാപാത്രം പറയുന്നതാണ്. അപ്പം ഡേറ്റയുടെ പ്രാധാന്യം ഇത്രമാത്രം വിളിച്ചോതുന്ന ഡേറ്റയാകുമ്പോൾ അത് കിട്ടുന്നതിന് വിവരദാതാക്കളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പാർട്ടെന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും നമുക്കിപ്പോൾ അറിയാം, വിവരം ശേഖരിക്കാൻ വേണ്ടി ഒരു ഹൗസ് ഹോൾഡിൽ അപ്രോച്ച് ചെയ്യുമ്പോഴും ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആണെങ്കിൽ ചില കുപ്രചരണങ്ങളൊക്കെ അഴിച്ചുവിട്ടിട്ടുണ്ട്. അതുപോലെ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസോ പലതൊക്കെ വരുമ്പം ഒരു ഇൻവെസ്റ്റിഗേറ്റർ പോയി വിവരദാതാക്കളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനുള്ള സഹകരണം കിട്ടാറില്ല പലപ്പോഴും. അപ്പോൾ ഇത് അവർ പബ്ലിക്കിനെ സെൻസിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. ആ സെൻസിറ്റൈസേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡേറ്റ ഡിസമിനേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോസും മറ്റും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രചരണോപാധികളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങളോട് പറയാനുള്ളത്, ഇത് വകുപ്പ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ജീവനക്കാർ നിങ്ങളെ ഓരോരുത്തരെയും സമീപിക്കുമ്പം അവരോട് പരിപൂർണമായി സഹകരിച്ച് യഥാർത്ഥമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയും നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയും അല്ലെങ്കിൽ അതിനെ ഒരു വികസനം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പാർട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണമെന്നും ആ ഡേറ്റ കൃത്യതയോടുകൂടി നൽകേണ്ടതാണ് എന്നുള്ളത് ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇത്രയും സമയം ഡേറ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ രാജ്യത്തിൻ്റെ ആസൂത്രണത്തിലും പദ്ധതി നിർവഹണത്തിലും ഒക്കെ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും വിശദമായി സംസാരിച്ച അങ്ങേക്ക് നന്ദി. താങ്ക് യു.
ദേശീയ സ്ഥിതിവിവര കണക്ക് ദിനത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ശ്രീ ബി ശ്രീകുമാറുമായി എം സോമശേഖരൻ പിള്ള നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.